നമ്മുടെ സ്വന്തം ജയറാമേട്ടനെ ഹർഷാരവങ്ങളോടെ നിറയെ സ്നേഹം നൽകിക്കൊണ്ട് നമുക്ക് പാലക്കാടിന്റെ മണ്ണിലേക്ക് സ്വയംവര സിൽക്സിന്റെ ഗ്രാൻഡ് ഇനോഗ്രേഷൻ നമുക്ക് വേണ്ടി നിർവഹിച്ച നമ്മുടെ സ്വന്തം ജയറാമേട്ടൻ is here. നമ്മളുടെ പ്രിയങ്കരനായ പാലക്കാട്ടുകാരുടെ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സർ. വെൽക്കം സർ. സ്വയംവര സിൽക്സിന്റെ പ്രിയപ്പെട്ട സാരഥികൾ ശങ്കരൻകുട്ടി സർ ആൻഡ് അബിത മാം. ജയറാമേട്ട സ്വാഗതം പാലക്കാട്ടിലേക്ക്. അങ്ങനെ ഒഫീഷ്യലി ഒരു സ്വാഗതം പറഞ്ഞ് വിളിക്കുന്ന ഒരു വ്യക്തിയല്ല ശരിക്കും പറഞ്ഞാൽ. പാലക്കാടിന് ഏറ്റവും പ്രിയങ്കരനായ, ഏറ്റവും അവർ സ്നേഹം നൽകുന്ന പാലക്കാടിൻ്റെ സ്വന്തമാണ് നമ്മുടെ ജയറാമേട്ടൻ. ജയറാമേട്ടനെ ഞാൻ എൻ്റെ പേഴ്സണൽ ഇതായിട്ട് പറയുകയാണെങ്കിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടർ. എനിക്ക് 2 സിനിമയിൽ ജയറാമേട്ടനോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഇനിയും ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ പ്രത്യേകിച്ച് പാലക്കാടുകാർക്ക് ജയറാമേട്ടനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ജയറാമേട്ടനും നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അതിൻ്റെ ഇരട്ടി തിരിച്ചങ്ങോട്ടുണ്ട്. കാരണം ജയറാമേട്ടൻ്റെ മിക്ക സിനിമകളും പാലക്കാടായിട്ട്, അതെ, കൂടുതലും പാലക്കാട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതും. ആൻഡ് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നമ്മളുടെയൊക്കെ ഓരോ നിമിഷവും നമ്മളെ ഓർത്ത് ചിരിക്കാനായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങളും സിനിമകളും നമുക്ക് തന്നതിൽ താങ്ക് യു സോ മച്ച് ജയറാമേട്ട. ഇപ്പോൾ ജയറാമേട്ട, ഇപ്പോൾ നമുക്ക് 2 വാക്ക് സംസാരിക്കാം. എൻ്റെ പാലക്കാടിന് നമസ്കാരം. എനിക്കിത് മനസ്സിൽ തൊട്ടുകൊണ്ട് പറയാൻ സാധിക്കും. കാരണം ഞാൻ ജനിച്ചത് പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ്, ഈ പാലക്കാടിൻ്റെ മണ്ണിലാണ്. ഈ പാലക്കാടിൻ്റെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ പാടവരമ്പുകളിലാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ അച്ഛൻ്റെ ജന്മനാടാണ് പാലക്കാട്. എല്ലാ അവധിക്കാലത്തും ഏപ്രിൽ മെയ് മാസങ്ങളിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഭാഗം സമയം ഞാൻ ചെലവഴിച്ചിട്ടുള്ളത് ഈ പാലക്കാടാണ്. എനിക്ക് ആനയോടുള്ള സ്നേഹം, ചെണ്ടയോടുള്ള സ്നേഹം, മേളക്കാരോടുള്ള സ്നേഹം എല്ലാം തുടങ്ങുന്നത് ഈ പാലക്കാടിൻ്റെ മണ്ണിൽ നിന്നാണ്. കുട്ടിക്കാലം തൊട്ട് ഞാൻ കണ്ടു വളർന്നതാണ് ഇവിടുത്തെ വടക്കന്തറ വേല. ഒരു വർഷം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അന്ന് വരുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മേളക്കാരും കേരളത്തിലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഏറ്റവും വലിയ ഗജവീരന്മാരും എല്ലാം അണിനിരക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞ പാടത്തിലെ ഓരോ പാടവരമ്പുകളും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അങ്ങനെ ഈ പാലക്കാടിലുള്ള സ്നേഹം പിന്നീട് ഒരുപാട് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ പാലക്കാടും ഒറ്റപ്പാലത്തും അഭിനയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഞാനായിരിക്കും. വേറെ ആരുമല്ല, ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് ഞാനായിരിക്കും. അതിനുശേഷം ദൈവം എനിക്ക് ഒന്നുകൂടി കൊണ്ടു തന്നു. എനിക്കൊരു മകനെ, എൻ്റെ മരുമകനെ പാലക്കാട് നിന്നും. ഒരുപാട് സന്തോഷം, എത്ര പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഈ ചെറിയ ചിന്നം ഭിന്നം മഴയിലും പിരിഞ്ഞു പോകാതെ ഇവിടെ നിൽക്കുന്ന എൻ്റെ അമ്മമാരോടും കുഞ്ഞനുജത്തിമാരോടും അനുജന്മാരോടും എല്ലാം ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മാത്രമല്ല, ഞാൻ എടുത്തു പറയേണ്ടത് ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ്. മറ്റാരുമല്ല, സ്വയംവര സിൽക്സിൻ്റെ അതിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ ശങ്കരൻകുട്ടി അവർകൾ. മറ്റൊന്നും കൊണ്ടല്ല, സ്വയംവരയുടെ തുടക്കം തൊട്ട് കൂടെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംരംഭം തുടങ്ങുന്നത് തൊട്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് നമുക്ക് കുറേ പൈസ ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തി ഉണ്ടായതുകൊണ്ടോ മാത്രം കിട്ടുന്ന ഒന്നല്ല. ഞാനിത് പറയാൻ കാരണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പോലെ മദ്രാസിൽ വലിയൊരു ഫ്ലഡ് ഉണ്ടായി. മദ്രാസ് നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി ഒരു ദിവസം കൊണ്ട്. നെട്ടോട്ടം ഓടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും നെട്ടോട്ടം ഓടുന്ന ഏറ്റവും വലിയ സമ്പന്നരായിട്ടുള്ള ആളുകളെ വരെ അന്ന് നേരിട്ട് കണ്ടു. അവിടെ ജാതിയില്ല, മതമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടുക്കടലിലകപ്പെട്ട പോലെ വെള്ളത്തിൽ നിൽക്കുമ്പോൾ അവരെ സഹായിക്കാൻ 1000 കൈകൾ പല സ്ഥലത്തു നിന്ന് വന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ആരോടൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് ശങ്കരൻകുട്ടിയെ വിളിച്ചു. ശങ്കരൻകുട്ടി കുറച്ച് ഡ്രസ്സ്
കുറേ കുഞ്ഞുങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഒരു സ്ത്രീകൾക്കും പറ്റുന്ന ഡ്രസ്സുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലുണ്ടായിരുന്ന മൊത്തം വസ്ത്രങ്ങളും ഒരു വണ്ടിയിലാക്കി ആ കടയടച്ച് അങ്ങനെ എനിക്ക് കൊടുത്തയച്ച ആളാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ്. അതാണ് ഒരു മനസ്സെന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ സംരംഭങ്ങൾക്കും എന്നെ വിളിക്കാറുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ എത്താറുണ്ട്. എന്തായാലും ഈ പാലക്കാടിൻ്റെ മണ്ണിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ സ്വയംവരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങയുടെ മനസ്സ് പോലെ തന്നെ തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവട്ടെ ശങ്കരൻകുട്ടി. വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വൈകിയ വേളയിൽ നല്ല ഒരു സ്റ്റേജ് പെർഫോമൻസ് തുടങ്ങാൻ പോകുന്നു. അതിനു മുമ്പ് എന്നെ ക്ഷണിച്ച് വരുത്തിയ സ്വയംവരയ്ക്കും സ്വയംവരയുടെ എല്ലാ സ്ഥാപനത്തിലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ പാലക്കാടിന് എൻ്റെ ചക്കര ഉമ്മ. Absolutely. Those words are right from the heart. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വാക്കുകളായിരുന്നു നമ്മളെല്ലാവരും ശ്രവിച്ചത്. ജയറാമേട്ടൻ is someone who is very close to പാലക്കാട് ആൻഡ് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ജയറാമേട്ട ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി അവർക്ക് അറിയിക്കുകയാണ്. ജയറാമേട്ടനെ നമ്മളുടെ പാലക്കാടിൻ്റെ സ്നേഹം നൽകുകയാണ്. അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഈ വേളയിൽ. നമ്മളുടെ സ്വന്തം പാലക്കാടിൻ്റെ നിങ്ങളുടെ സ്വന്തം MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊന്നാട. ഞാൻ സ്വയംവരയ്ക്ക് അകത്ത് പോയി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് അമ്മമാരും സ്ത്രീകളും മറ്റെല്ലാവരും ജയറാമേട്ട എന്ന് പറഞ്ഞ് എല്ലാവരും എൻ്റെ ചുറ്റും കൂടി ഇന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നോടുകൂടി ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് ഇല്ലാണ്ടായി. എല്ലാ സ്ത്രീകളും അങ്ങോട്ടേക്ക് ഓടി. നല്ലൊരു കൈയടി കൊടുക്കാം. സാധാരണ ഈ ഉദ്ഘാടനത്തിനൊക്കെ മഴ പെയ്താൽ നമ്മളെല്ലാം മാറും അല്ലേ? പക്ഷേ മഴ പെയ്താൽ മാറാത്തത് വേലയും പൂരമൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ ആനയും മേളവും ജയറാമും ഉണ്ടെങ്കിൽ പൂരമായി എന്നാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം ഒരുക്കി തന്ന സ്വയംവര സിൽക്സിന് ഏറെ സ്നേഹാശംസകൾ. അപ്പോൾ എല്ലാവരും നിങ്ങളൊക്കെ റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ആദരം, പാലക്കാടിൻ്റെ ആദരം, നമ്മുടെ സ്നേഹം ജയറാമേട്ടൻ നമുക്ക് തന്ന ചക്കര ഉമ്മ നമ്മൾ തിരിച്ച് പാലക്കാടിന് വേണ്ടിയിട്ട് തിരിച്ച് ജയറാമേട്ടന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി പാലക്കാടിന് പ്രിയപ്പെട്ട ജയറാമേട്ടന് സ്നേഹാശംസകൾ. Yes, ladies and gentlemen, ഒരു അടിപൊളി കയ്യടി, നിറഞ്ഞ സ്നേഹം, നിറഞ്ഞ ആഹ്ലാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ സർ, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. നമ്മുടെ സ്വയംവര സിൽക്സിൻ്റെ സ്ത്രീ ശക്തിയാണത്. ശങ്കരൻകുട്ടി സാറിൻ്റെ പത്നിയാണ്. അപ്പം മാം നമ്മുടെ സ്വയംവര സിൽക്സിൻ്റെ ഒരു സ്നേഹ സമ്മാനം ജയറാമേട്ടനെ അവസരത്തിൽ കൈമാറുകയാണ്. പ്ലീസ് മാഡം. അപ്പം നല്ലൊരു കയ്യടി, നിറഞ്ഞ സ്നേഹം. Thank you so much ജയറാമേട്ട for accepting this. ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട്. ഞാൻ ആദ്യമേ അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ജയറാമേട്ടനെ നമ്മൾ ആദ്യം സിനിമയിൽ വന്നപ്പോൾ ഒരു സിനിമാ നടനായിട്ടല്ല കാണുന്നത്, നമ്മളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കാണുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മളെ കലാഭവനിൽ നിന്ന് വന്ന മിമിക്രി കലാകാരനായിട്ടുള്ള ജയറാമേട്ടൻ. ഇപ്പോൾ നമ്മളെല്ലാവരും ജയറാമേട്ടനെ പറ്റി പറയുന്നത് ഒരു അതുല്യ കലാകാരൻ, താളമേളങ്ങളുടെ തമ്പുരാൻ അല്ലേ? സിനിമാ നടനോടൊപ്പം തന്നെ. അപ്പോൾ നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു പാലക്കാട് ഭാഷയിൽ ഏറ്റവും രസകരമായിട്ട് ജയറാമേട്ടൻ പാലക്കാട് ഭാഷ ആ ഒരു ശൈലി കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ചാനൽ പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നേരിട്ട് കാണാൻ 2-3 പേര് ഞങ്ങളുടെ അടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, ആവർത്തനമായി പോകുന്നതാണെങ്കിൽ ക്ഷമിക്കണം. പാലക്കാട് ഭാഷയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കുട്ടിക്കാലം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ സംസാരിക്കുന്ന ഭാഷ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഷ കുറച്ച് മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള മുതിർന്ന ആൾക്കാർ അന്ന് മന്തക്കാട് എന്ന് പറയുന്ന മലമ്പുഴയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിലുള്ള അവിടെയുള്ള ആളുകൾ വളരെ ക്രൂഡായിട്ടുള്ളൊരു പാലക്കാട് ഭാഷയുണ്ട്. അത് എനിക്കൊരു പക്ഷേ സിറ്റിയിലൊന്നും അത്ര ഇല്ലാന്ന് തോന്നുന്നു. അത് കേട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. പിന്നെ പിൽക്കാലത്ത് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും
പാലക്കാടുള്ളവർക്ക് ഒരു കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റാണ് മറ്റ് ഒരാളായി മാറാൻ പറ്റുള്ളൂ. 10 മിനിറ്റിന് ശേഷം അവരൊരു പാലക്കാട്ടുകാരനായിട്ട് തന്നെ മാറും. അത് വളരെ ഒരു വല്ലാത്തൊരു മാറ്റമാണ്. മറ്റെന്ന് വെച്ചാൽ ഭയങ്കര നമുക്കൊരു സ്നേഹം തോന്നുന്നൊരു മാറ്റമാണ്. കാരണം ഞാൻ അമേരിക്കയ്ക്കൊക്കെ പ്രോഗ്രാമിന് ഞങ്ങൾ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് ഇതേപോലെ എല്ലാവരുമായിട്ടൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ ചില സൈഡിൽ നിന്നൊക്കെ ചില ആൾക്കാരുടെ വിളി വരും. അപ്പം നമ്മൾ വിചാരിക്കും അമേരിക്കയിലാകുമ്പോൾ ഒരു സായിപ്പിൻ്റെ ഭാഷയിലൊക്കെയാണ് അവർ ആദ്യം സംസാരിക്കുക. പക്ഷേ 2 മിനിറ്റ് കഴിയുമ്പോൾ അവർ പാലക്കാട്ടുകാരായി മാറും. അപ്പോൾ ആദ്യം അവർ സൈഡിൽ നിന്ന് ചോദിക്കും, എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജെറാം, പ്ലീസ് ക്യാൻ വി ഹാവ് വൺ ഫോട്ടോഗ്രാഫ് ടുഗദർ പ്ലീസ് ഇഫ് യു ഡോണ്ട് മൈൻഡ്. പ്ലീസ് വരൂ വരൂ വരൂ. എവിടെയാണ്, നാട്ടിലെവിടെയാണ്? In one place called after Tichur and in between Coimbatore there's a place called Palghat, Yeah, I know, പാലക്കാട് എന്നാണോ? ഓഹോ, എത്ര കാലമായി ഇവിടെ വന്നിട്ട്? കുറച്ച് കാലമായി ജറാമേട്ടാ. കഴിഞ്ഞ വാലേക്ക് കൂടി നാട്ടിൽ പോയതാണ്. അവിടെ പോയിട്ടാണ് സുൽത്താൻ പാട്ട ജംഗ്ഷനിൽ പോയിട്ട് മട്ടമലക്കനെ മറിഞ്ഞുകൊണ്ട് കയ്യും കാലും ഒടിഞ്ഞ് വന്നിരിക്കുകയാണ് അവിടെ. അത് 2 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ പാലക്കാടായി മാറും. അതാണ് പാലക്കാട്, അതാണ് പാലക്കാട്ടുകാരുടെ സ്നേഹം, അതാണ് പാലക്കാടിൻ്റെ സ്വീറ്റ്നെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജെറമേട്ട. കുറച്ച് നേരമേ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഈ 2 കൂട്ടുകാർ ഒന്ന് മാറിക്കോ ചേച്ചി, ഞങ്ങളൊന്ന് കണ്ടോട്ടെ, കണ്ണിറയെ കണ്ടോട്ടെ ജെറമേട്ടനെ. താങ്ക് യു സോ മച്ച് ജെറമേട്ട. ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താളമേളങ്ങളുടെ തമ്പുരാൻ. Yes, here we go. Wow. Thank you so much, Jerameta. Yes, thanks a lot. Thank you so much, Jerameta. നല്ലൊരു കൈയടി കൊടുക്കാം.